പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന ഒരു തീവ്ര മനോരോഗത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. മനോരോഗങ്ങളിൽ ഏറ്റവും തീവ്രത ആർജിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. ഏകദേശം 1% വ്യക്തികളിൽ, ലോക ജനസംഖ്യയിൽ 1% വ്യക്തികളിൽ കാണപ്പെടുന്ന ഈ അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുകൾ വ്യക്തിക്കും കുടുംബത്തിനും സൃഷ്ടിക്കുന്ന രോഗങ്ങളിൽ പെടുന്ന ഒന്നാണ്. എന്താണ് ഈ സ്കിസോഫ്രീനിയ? സ്കിസോഫ്രീനിയയിൽ നമ്മളുടെ മനസ്സിൻ്റെ ചിന്താതലത്തിൽ യാഥാർത്ഥ്യബോധത്തെ കാര്യമായി ബാധിക്കുന്ന അവസ്ഥയാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യബോധം എന്ന് പറഞ്ഞാൽ മനസ്സിനകത്തേക്ക് അയാഥാർത്ഥ്യമായ ചിന്തകൾ കടന്നു വരുന്ന ഒരു മാനസികാവസ്ഥയാണ്. അയാഥാർത്ഥ്യമായ സംശയങ്ങൾ, എന്നെക്കുറിച്ച് ആരൊക്കെയോ സംസാരിക്കുന്നു, എന്നെക്കുറിച്ച് എല്ലാവരും അടക്കം പറയുന്നു, എന്നെ പരിഹസിച്ചു നോക്കുന്നു, എന്നെ തന്നെ തുറിച്ചു നോക്കുന്നു, എനിക്കെതിരെ ആരൊക്കെയോ ഗൂഢാലോചന നടത്തുന്നു, എനിക്കെതിരെ ആരൊക്കെയോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു, ക്യാമറകൾ വീട്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു, എന്നെ എല്ലായിടത്തും നിരീക്ഷിക്കുന്നു, എന്നെ ഏതൊക്കെയോ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് നിരീക്ഷണ വലയത്തിലാക്കുന്നു, ആരൊക്കെയോ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെ മുതലായ ഒരു അയാഥാർത്ഥ്യമായ അസ്വാഭാവികമായ ചിന്തകൾ ക്രമേണ മനസ്സിലേക്ക് വരികയും വ്യക്തി സമൂഹത്തിൽ നിന്ന് ഉൾവലിയുകയും മറ്റുള്ളവരെ എല്ലാം സംശയദൃഷ്ടിയോടെ കാണുകയും കോപവും ഉൾവലിയലും സംസാരവുമെല്ലാം വളരെ കുറയുകയും ഇടപെടലുകൾ കുറയുകയും ഉൾവലിയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. ഇതിനോടൊപ്പം ചെവിയിൽ ഓരോരുത്തർ സംസാരിക്കുന്നതായിട്ട് കേൾക്കുക, എന്നെക്കുറിച്ച് ആൾക്കാരൊക്കെയോ പറയുന്നു, ചെവിയിൽ അവർ പറയുന്നത് പോലെ തന്നെ കേൾക്കുക, അവർ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുന്നതായിട്ട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ അവർ തമ്മിൽ വ്യക്തിയെക്കുറിച്ച് പറയുന്നതായിട്ട് അനുഭവപ്പെടുക. ചിലപ്പോൾ ഇതിന് മറുപടി പറയുന്ന രീതിയിൽ വ്യക്തി തന്നെത്താൻ സംസാരിക്കുക, തന്നെത്താൻ വർത്തമാനം പറയുക, ചിലപ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില പുഞ്ചിരി അല്ലെങ്കിൽ ചിരി, ഇതെല്ലാം വ്യക്തിയിൽ കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള ഓഡിറ്ററി ഹലൂസിനേഷൻസ് അഥവാ ചെവിയിൽ സംസാരം കേൾക്കുക, പലതരത്തിലുള്ള സംശയങ്ങൾ, ഡെലൂഷൻസ്, ഇവയെല്ലാം അടങ്ങിയ ഒരു മാനസികാവസ്ഥയാണ് സ്കിസോഫ്രീനിയ. ഗൗരവത്തിൽ എടുക്കേണ്ടതും ഗൗരവം അർഹിക്കുന്നതുമായ ഒരു മാനസികാവസ്ഥയാണ്. എന്നാൽ സ്കിസോഫ്രീനിയ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സിക്കാവുന്ന ഒരവസ്ഥയാണ്. എന്നാലും ഇതിൻ്റെ ഒരു തീവ്രത എല്ലാ വ്യക്തികളിലും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ചികിത്സയുടെ പരിണാമവും ചികിത്സയിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഒരുപോലെ ആയിരിക്കില്ല. ഒരു 30% സ്കിസോഫ്രീനിയ രോഗികൾക്ക് വളരെ മെച്ചം ഇന്നത്തെ ആധുനിക ഔഷധങ്ങൾ കൊണ്ട് ലഭിക്കുകയും വളരെയധികം രോഗശമനം, ഈ ഹലൂസിനേഷൻസും ഡെലൂഷൻസും എല്ലാം കുറയുകയും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുകയും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ജീവിതം നയിക്കാനും ഒരു 30% സ്കിസോഫ്രീനിയ രോഗികൾക്ക് സാധിക്കും. മറ്റൊരു 30% രോഗികൾക്ക് അവരുടെ രോഗലക്ഷണങ്ങൾ വളരെയധികം നിയന്ത്രണ വിധേയമാകുകയും പലപ്പോഴും ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ ഒരുപക്ഷെ കുറച്ച് സപ്പോർട്ടോടുകൂടിയൊക്കെ അവരെ കൊണ്ട് സാധിക്കാവുന്ന തൊഴിലുകളും മറ്റ് കാര്യങ്ങളും വീട്ടിലെ ചുമതലകളും നിറവേറ്റിക്കൊണ്ടു പോകുന്ന രീതിയിലേക്കുള്ള ഒരു അഡാപ്റ്റബിലിറ്റി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും. പക്ഷേ ഒരു 20-25% സ്കിസോഫ്രീനിയ രോഗികളാണ്, അവരുടെ കാര്യത്തിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. പലപ്പോഴും പല മരുന്നുകൾ കൊണ്ടും രോഗത്തെ പരിപൂർണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെ വരികയും പലപ്പോഴും ഈ സംശയദൃഷ്ടിയും സംശയങ്ങളും അയാഥാർത്ഥ്യ ചിന്തകളും പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുകയും രോഗിക്ക് അത് കാരണം ഒരു സോഷ്യൽ ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും സൊസൈറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉൾവലിഞ്ഞിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള രോഗികളിൽ കാണാം. എങ്കിലും ഒരു 10-25 വർഷം മുമ്പുള്ളൊരവസ്ഥയിൽ നിന്നും വളരെയധികം മാറിയിട്ടുണ്ട് സ്കിസോഫ്രീനിയയുടെ ചികിത്സ. ഇന്ന് വളരെയധികം പുതിയ ഔഷധങ്ങൾ ഇന്ന് ലഭ്യമാണ് സ്കിസോഫ്രീനിയയുടെ രോഗചികിത്സയ്ക്ക്. ഇത്തരം രോഗങ്ങളെ വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കുകയും ആദ്യമേ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയും ചെയ്യുക വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പലപ്പോഴും രോഗം അമിതമായി നമ്മുടെ മനസ്സിനെ പരിപൂർണമായി ബാധിക്കുന്നതിന് മുമ്പ് തന്നെ ചികിത്സ തുടങ്ങുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്താൽ പലപ്പോഴും രോഗം കൊണ്ടുള്ള
ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ അവബോധവും ഏർലി ഡയഗ്നോസിസും ഏർലി ട്രീറ്റ്മെൻറ്റും ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക, നേരത്തെ തന്നെ ചികിത്സിക്കുക, അത്തരത്തിലുള്ള ഒരു അപ്രോച്ച്, ഒരു സമീപനവും ഇത്തരം ഒരു അവസ്ഥയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വളരെ ഗുണകരമായിരിക്കും.